അങ്ങനെ കൽക്കി 2898 AD കണ്ടു. ഒറ്റവാക്ക് പറയുകയാണെങ്കിൽ കിടിലം പടം. ഈ ഒരു പടം സൈഫൈയും മിത്തോളജിയും കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ പ്രഭാസ് ഇപ്പോൾ ഒരു നോർമൽ ഹ്യൂമൻ ബീയിങ്ങിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ പ്രഭാസിന് വലിയ ഉയരങ്ങളിലേക്കൊന്നും ചാടാൻ സാധിക്കത്തില്ല. പക്ഷേ അവിടെ സയൻസ് ആക്ട് ചെയ്തിട്ട് നമുക്ക് കാണിച്ചു തരുന്നു ഇത്ര ഹൈറ്റിലേക്ക് പ്രഭാസിന് ചാടാൻ പറ്റും അല്ലെങ്കിൽ പറക്കാൻ പറ്റുമെന്ന്. പിന്നെ വേറെ ചില സിറ്റുവേഷനിൽ പ്രഭാസ് ഈ ഒരു മിത്തോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പിടിച്ചിട്ട് അദ്ദേഹത്തിന് ഇങ്ങനത്തെ പരിപാടി ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നാഗ് അശ്വിനെ സമ്മതിച്ചേ പറ്റൂ. കാരണം അത് രണ്ടും ബ്ലെൻഡ് ചെയ്യാന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ ഈ ഒരു പടത്തിൽ ചില ഫ്ലോസ് ഉണ്ട്. ഇപ്പോൾ തുടക്കത്തിൽ നമുക്ക് കാണിച്ചു തരുന്നത് ദാരിദ്ര്യവും അതേപോലെ തന്നെ വെള്ളം കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു കാശിലേക്ക് എത്തിയതിന് ശേഷം, അതായത് ഒരു പ്രഭാസ് ജീവിക്കുന്ന ഒരു ലൊക്കാലിറ്റിയിലേക്ക് വരുമ്പോൾ അതിനെ പറ്റിയിട്ട് വലിയ രീതിയിൽ ചർച്ചകളോ കാര്യങ്ങളോ കാണുന്നില്ല. അതായത് ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട്, അതേപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട്, അതിനെക്കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അതായത് തുടക്കത്തിൽ കാണിച്ച ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ കാശിലേക്ക് വരുമ്പോൾ കാണുന്നുമില്ല. എല്ലാവരും കുഴപ്പമില്ലാത്തൊരു ലൈഫ് ലീഡ് ചെയ്യുന്ന പോലെയാണ് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ഫ്ലോസ് പടത്തിലുണ്ട്. പക്ഷേ ആ ഒരു ഫ്ലോസ് ഒന്നും പടത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നൊന്നുമില്ല. പടം സെക്കൻഡ് ഹാഫിലാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ആ ഒരു വേൾഡ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്ലോ പേസ് പോകേണ്ടി വരുന്നുണ്ട്. ആ ഒരു സ്ലോ പേസ് പോകുന്ന സമയത്താണ് ഇങ്ങനത്തെ ഫ്ലോസും കാര്യങ്ങളും ഞാൻ മെയിനായിട്ട് കണ്ടത്. പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് എത്തിയപ്പോൾ പടം കുറച്ച് സ്പീഡാകാൻ തുടങ്ങി. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. കാരണം കുറേ ഫൈറ്റ് സീക്വൻസ് ആ ഒരു സിറ്റുവേഷനിലാണ് മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഫൈറ്റ് സീക്വൻസൊക്കെ എനിക്ക് വളരെയധികം ഇഷ്ടമായി. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അമിതാഭ് ബച്ചൻ വേഴ്സസ് പ്രഭാസ് ഫൈറ്റ് ഒരു രക്ഷയില്ല മോനെ. അത് തീരുന്നുമില്ല. കുറേ ഇങ്ങനെ അടി 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 എന്നിട്ടും പ്രഭാസ് വിടില്ല. ബാക്ക് ടു ബാക്ക് ഫൈറ്റോട് ഫൈറ്റ്. ആ പൊളിയായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സിനിടയ്ക്ക് എത്തുമ്പോൾ ചില ക്യാമിയോസും ചില ഡയലോഗ്സും ചില റിവീലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല മോനെ. തിയേറ്ററിൽ നിന്ന് കൂക്കി 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 തൊണ്ട പോയി. എൻ്റെ പൊന്നെ പൊളി എന്ന് വെച്ചാൽ പൊളി. പിന്നെ ചിലവർക്ക് ഈ ഒരു പടം ഇഷ്ടപ്പെടാനുള്ള ചാൻസും കുറവാണ്. കാരണം സ്റ്റാർ വാർസ് പോലത്തെ പടങ്ങൾ കണ്ട് വളർന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു പടം ഒരു ആവറേജ് ആയിട്ട് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഞാൻ ആ പടങ്ങൾ അങ്ങനെ പ്രോപ്പറായിട്ട് കാണാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ ഒരു പടം വർക്കായത്. പിന്നെ ഈ ഒരു പടത്തിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഇന്ന കഥാപാത്രം നമുക്ക് വേണ്ട എന്നൊരു തോന്നൽ പോലും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. കാരണം അവരുണ്ടായാലേ കഥ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാ കഥാപാത്രങ്ങൾക്കും ഒരു പെർഫെക്റ്റ് റോള് കൊടുത്തിട്ടുണ്ട്. അതിൽ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം അന്നാബെന്നും ശോഭനയും അവർക്കൊക്കെ ഈ ഒരു പടത്തിൽ ചാൻസ് ലഭിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വഴിപോക്കൻ എന്ന രീതിയിലുള്ളൊരു റോൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ യൂട്ടിലൈസ് ചെയ്യാത്ത പോലെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു പടത്തിൽ അവരെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് കാസ്റ്റായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിൽ നമ്മുടെ അമിതാഭ് ബച്ചൻ ഒരു രക്ഷയില്ല. അശ്വത്ഥാമ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ആപ്റ്റായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ യങ്ങർ വേർഷനൊക്കെ പൊളി എന്ന് വെച്ചാൽ പൊളിയായിരുന്നു. പിന്നെ ഈ ഒരു പടത്തിലെ കമൽഹാസൻ, അദ്ദേഹം ഒരു രക്ഷയില്ല. എല്ലാ തവണയും ഓരോ ഗെറ്റപ്പിൽ വരും, വേറെ ലെവലായിട്ട് അഭിനയിക്കും. ഇത്തവണയും പതിവ് തെറ്റിച്ചിട്ടില്ല, മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്, സ്കോർ ചെയ്തിട്ടുണ്ട്. കാരണം പടത്തിൻ്റെ തുടക്കത്തിലുള്ള കമൽഹാസനല്ല, പടം അവസാനിക്കുമ്പോൾ കാണാം. അത്രയും എനിക്ക് പറയാനുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ദീപിക പടുകോനും പൊളിയായിരുന്നു. അവർക്ക് നല്ല രീതിയിലുള്ളൊരു ക്യാരക്ടർ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു പടത്തിൻ്റെ കോർ എന്ന് പറയുന്നത് ദീപിക പടുകോനാണ്. ഇവരില്ലെങ്കിൽ ഈ ഒരു പടമേ ഇല്ല. കാരണം ഇവരിലൂടെ ഈ ഒരു കഥ പോകത്തുള്ളൂ. പിന്നെയുള്ളത് ബൗണ്ടി ഹണ്ടർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം പ്രഭാസാണ്. പ്രഭാസ് തുടക്കത്തിലൊരു കോമഡി സ്റ്റൈലാണെങ്കിൽ പടത്തിൻ്റെ അവസാനത്തേക്ക് എത്തുമ്പോഴേക്കും വേറെ തന്നെ ഒരു വ്യക്തിയായിട്ട് മാറുന്നുണ്ട്. അതിലും പൊളിയാട്ടോ, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു പടം തിയേറ്ററിൽ തന്നെ പോയി കാണുമോ, അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരു ക്രൗഡിൻ്റെ കൂടെ കാണുമോ. പടം ഹൗസ്ഫുള്ളാന്ന് പറഞ്ഞിട്ട് ക്രൗഡ് ആക്റ്റീവ് ആയിട്ടില്ലെങ്കിൽ ബോറടിക്കും. നല്ല ആക്റ്റീവായിട്ടുള്ളൊരു ക്രൗഡ് ഉണ്ടെങ്കിൽ പൊളിയായിരിക്കും. പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെടുമെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഞാൻ ഇന്ന് കണ്ട പടം ഒരു ആക്റ്റീവായിട്ടുള്ളൊരു ക്രൗഡിൻ്റെ കൂടെയാണ് കണ്ടത്. എനിക്കതുകൊണ്ട് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേ ആർപ്പ് വിളിച്ചു. എനിക്ക് വളരെയധികം ഇഷ്ടമായി ഈ ഒരു ക്രൗഡിൻ്റെ കൂടെ ഈ ഒരു പടം കണ്ടപ്പോൾ. KGF ശേഷം കുറച്ച് ആക്റ്റീവായിട്ടുള്ളൊരു ക്രൗഡ് കിട്ടിയത് ഈ ഒരു പടത്തിലാണ്. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു പടം ഇഷ്ടമാവോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ.
എന്തായാലും എനിക്ക് വർക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ പടം കണ്ട ഒരാളാണ് നിങ്ങളെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.